പട്ടയ വിതരണം ഉൾപ്പെടെ ജില്ലയിൽ വർഷങ്ങളായി പരിഹാരം കാണാതെ കിടക്കുന്ന ഭൂപ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. ഉദ്യോഗസ്ഥരുടെ അലംഭാവവും ജാഗ്രതാക്കുറവും കാരണം ജില്ലയിലെ 20-ലധികം പ്രദേശങ്ങളിൽ തടസ്സപ്പെട്ട പട്ടയ വിതരണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനത്താകെയുള്ള നിരവധി ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സർക്കാരിന്റെ കാലത്ത് 26,171 പേർക്ക് ജില്ലയിൽ പട്ടയം നൽകുകയുണ്ടായി. എങ്കിലും നിരവധി ഭൂപ്രശ്നങ്ങൾ ഇപ്പോഴും ജില്ലയിൽ നിലനിൽക്കുകയാണെന്ന് കർഷക സംഘം ആരോപിക്കുന്നു. കാലങ്ങളായി കാത്തിരുന്നിട്ടും പട്ടയം ലഭിക്കാത്ത പ്രശ്നം, സർക്കാർ പതിച്ചു കൊടുത്ത ഭൂമിക്ക് അതിരുകൾ നിർണ്ണയിച്ചു കൊടുക്കാത്ത വിഷയം, നിരവധി വർഷങ്ങളായി കൈവശം വെച്ച് ഉഭയങ്ങൾ ഉണ്ടാക്കി താമസിക്കുന്നവർക്ക് ഭൂമി പതിച്ചു നൽകാത്ത വിഷയം, വിവിധ കാരണങ്ങൾ പറഞ്ഞ് നികുതി സ്വീകരിക്കാത്ത പ്രശ്നം, ഉപാധിയോടെ മാത്രം പട്ടയം നൽകിയതുകൊണ്ട് ഒന്നും കൈമാറാനോ കടം ലഭ്യമാക്കാനോ സാധിക്കാത്ത പ്രശ്നം, വനഭൂമിയോട് തൊട്ടടുത്ത് കിടക്കുന്ന ഭൂമിയുടെ നികുതി സ്വീകരിക്കാത്ത പ്രശ്നം, മിച്ച ഭൂമിയിൽ പെട്ടതാണെന്നുള്ളതുകൊണ്ട് കൈവശാവകാശം നൽകാത്ത വിഷയം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് ജില്ലയിൽ പരിഹരിക്കാൻ ബാക്കിയുള്ളത്. ഓരോ പ്രദേശത്തുമുള്ള പ്രശ്നം പ്രത്യേകമായി എടുത്തു പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാനാവൂ. ഈ സാഹചര്യത്തിൽ ജില്ലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സത്വരമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വരണമെന്ന് MV ജയരാജൻ ആവശ്യപ്പെട്ടു. കുറുമാത്തൂർ പോലെയുള്ള സ്ഥലങ്ങളിലെ കേസിന് അടിസ്ഥാനമെന്ന് പറയുന്നത് കള്ളപ്രമാണം ഉണ്ടാക്കിയിട്ടാണ്. അത് കണ്ടെത്തി കഴിഞ്ഞതാണ്. അപ്പൊ അത്തരത്തിൽ നീതീകരിക്കാൻ കഴിയാത്ത, നിയമപരമായിട്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട അത്തരം ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ റവന്യൂ വകുപ്പ് കൃത്യമായി അതിന്മേൽ ഒരു തീർപ്പുണ്ടാക്കണം. അത് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക ടീമിനെ നിയോഗിക്കണം. കലക്ടർ ഇക്കാര്യത്തിൽ ഇടപെടുമ്പോൾ ചെയ്യേണ്ടത് ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിന് സഹായകരമായ വിധത്തിൽ ഒരു ടീമിനെ നിയോഗിക്കുകയും സമയബന്ധിതമായി അത് സംബന്ധിച്ച് സർവേ അടക്കം നടത്തിക്കൊണ്ട് നിയമപരമായ തടസ്സങ്ങൾ നിൽക്കുന്നതടക്കം പരിഹരിച്ചുകൊണ്ട് എങ്ങനെയാണ് കൃഷിക്കാർക്ക് അവരുടെ കൈവശ ഭൂമിക്ക് അവകാശം നൽകാൻ കഴിയും. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് P. ഗോവിന്ദൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി M. പ്രകാശൻ, പുല്ലായിക്കോടി ചന്ദ്രൻ, MC പവിത്രൻ, PP. ദാമോദരൻ, P. ശശിധരൻ, PV. ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.